കേരളക്കരയിൽ ആദ്യകാലങ്ങളിൽ നിർമ്മിതമായ ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി. ഇസങ്ങളില്ലാത്ത സംഘടനകളില്ലാത്ത കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ, കേരളത്തിൽ നിർമ്മിതമായ അടിസ്ഥാനപരമായ അല്ലാഹുവിന്റെ ഭവനങ്ങൾക്ക് പകരമായി ഭാരയായി ഭവനങ്ങൾ നിർമ്മിക്കപ്പെടുന്ന സ്വഭാവമുണ്ടോ? മഹല്ല് പള്ളിക്ക് പകരമായി ഭാരയായി പള്ളി, റോഡിന്റെ മറു സൈഡിലൊരു പള്ളി, ഈ സൈഡിലൊരു പള്ളി. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായ മഹല്ല് പള്ളികൾക്ക് പകരമായി ഭാരയായി പള്ളികൾ. എന്നിട്ടോ ഈ പള്ളികളിലേക്ക് ആളെ കൂട്ടാനായി ബിരിയാണി വെച്ച് വിളമ്പിയിട്ട് ജുമ നടത്തുന്ന കാലം. അങ്ങനെ ഒരു സംഭവം കേരളത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരളക്കാരന്റെ തലക്ക് മീതെയല്ലാതെ ലോകത്ത് പിന്നെ ആരുടെ തലക്ക് മീതെയാണ് അല്ലാഹു തീക്കട്ട കൊണ്ടെറിയേണ്ടത്? ആരുടെ തലക്ക് മീതെയാണ് അല്ലാഹു തീക്കട്ട കൊണ്ടെറിയേണ്ടത്? എല്ലാ പള്ളിയും പള്ളിയാണെന്ന് മനസ്സിലാക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഖുർആൻ രംഗം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലമസ്ജിദുൻ നുസ്സിസ. അങ്ങനെയുള്ള ചില ആളുകൾ പറഞ്ഞു പള്ളിയല്ലേ, പള്ളിയല്ലേ, ഇനിയും സഹായിക്കുന്നതിന് എന്താ കുഴപ്പം, പള്ളിയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഈ സംഭവം മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ള സഹോദര. ഖുർആൻ എന്തിനാണ് ഒരു അധ്യായം എടുത്തുകൊണ്ട് ഒരധ്യായത്തിൽ ഈ സംഭവം തന്നെ ഒതുക്കി പറഞ്ഞത്? ഖുർആന്റെ പല അധ്യായങ്ങളുടെയും സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു അധ്യായത്തിൽ തന്നെ ഒന്നിലേറെ വിഷയം അല്ലാഹു പറയും അല്ലേ? ഒരു അധ്യായത്തിൽ തന്നെ ഒന്നിലേറെ വിഷയം പറയാറുണ്ട്. എന്നാൽ സൂറത്തുൽ ഫീലിൽ അല്ലാഹു ഒരൊറ്റ സംഭവമേ പറഞ്ഞുള്ളൂ. ഇത് ഗൗരവമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഇത് ഗൗരവമാണെന്ന് ഓർമ്മപ്പെടുത്താനാണ്. അതുകൊണ്ട് ഭാരയായ സംവിധാനങ്ങളെ സഹായിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഭാരയായ സംവിധാനങ്ങളെ സഹായിക്കാൻ പാടില്ല. ഖാലിക്ക് പകരം ഖാലി, സ്ഥാപനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾ, മദ്രസകൾക്ക് പകരം മദ്രസകൾ, പള്ളികൾക്ക് പകരം പള്ളികൾ. നിങ്ങൾ ആലോചിക്കണേ, ഈ ഒരു സ്വഭാവം കേരളക്കാരന്റെ ഇടയിലാണ് ഉള്ളതെങ്കിൽ അവരുടെ തലക്കു മീതെ തന്നെയല്ലേ തീക്കട്ട വന്ന് വീടേണ്ടത് എന്ന് ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. ചരിത്രം പഠിപ്പിക്കുന്ന പാഠമതാണ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠമതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഉമ്മത്തിനെ ഒന്നാക്കി തരട്ടെ. എപ്പോഴും ദുആ ചെയ്യേണ്ട, നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു വിഷയം അതാണ്. ഹൃദയം വേദനിക്കുകയാണ് നമ്മുടെ എല്ലാം. അല്ലാഹുവേ ഉമ്മത്തിനെ നീ ഒന്നാക്കി തരണമേ അല്ലാഹ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനിയും ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ഇത് എത്രമാത്രം രൂക്ഷമാകുന്നു അത്രമാത്രം ഈ പ്രതിഭാസത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മദീന മുനവ്വറയിൽ ചെന്നപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായി. എന്താ പുണ്യ നബി പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് മദീന മുനവ്വറയിൽ ചെന്നപ്പോൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബാ. മസ്ജിദ് ഖുബായിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് തഖ്വയിൽ അധിഷ്ഠിതമായി നിർമ്മിതമായ പള്ളി എന്നാണ്. ഖുർആൻ എടുത്തു പറഞ്ഞത് എങ്ങനെയാണ്? തഖ്വയിൽ അധിഷ്ഠിതമായി നിർമ്മിതമായ പള്ളി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പള്ളിക്ക് ഭാരയായി മുനാഫിക്കുകൾ ഒരു പള്ളി നിർമ്മിച്ചു. മദീനത്ത് മുനാഫിക്കുകൾ ഒരു പള്ളി ഉണ്ടാക്കി. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റിലാണ് പള്ളി ഉണ്ടാക്കിയത്. എന്താ അവരുടെ ലക്ഷ്യം? മുനാഫിക്കുകളുടെ ലക്ഷ്യം ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന സ്വഹാബികളെ റസൂലുള്ളാഹിക്കെതിരെ തിരിച്ചുവിടുക. അവരാ പള്ളി നിർമ്മിച്ചു. പള്ളി നിർമ്മിച്ച് ഇവർ ചെയ്തൊരു കുതന്ത്രം എന്താണെന്നറിയോ? ഇവർ ചെയ്ത കുതന്ത്രം ആ പള്ളി റസൂലുള്ളാഹിനോട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്നും പരസ്യമായി വിശദമായി ഞാൻ പറയുന്നില്ല. ഹൃദയമുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ കാരണം? റസൂലുള്ളാഹിനോട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലേ സ്വഹാബികൾ ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുള്ളൂ അല്ലേ? നമ്മുടെ വഫാത്തായി പോയ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഞാൻ ഈ സുവനീറിൽ കണ്ടു, ഞാൻ ഒരു പേജ് മറിച്ചപ്പോ തന്നെ കണ്ടത് തങ്ങളുടെ ഫോട്ടോ ആണ്. ചപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ ശേഷം ഇതിന്റെ അധ്യക്ഷ പദത്തിലേക്ക് വരേണ്ടത് മഹാനായ തങ്ങളല്ലാതെ മറ്റൊരാളാണ് എന്ന് ചിന്തിക്കേണ്ടി വന്നില്ല എന്നൊരു തലക്കെട്ട് ഞാൻ ഇങ്ങനെ വായിച്ചു പോയപ്പോ മഹാനെ ഞാൻ ഓർത്തുപോയി. വളാഞ്ചേരിക്കടുത്ത് കഞ്ഞിപ്പുര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ചങ്ങായി മൂപ്പര് പറഞ്ഞു, ഞാൻ ഈസാ നബിയാണ്.
ഞാൻ ഈസാ നബിയാൻ. അയാളുടെ അമ്മയും പറഞ്ഞു, ഓ ഈസാ നബി തന്നെയാണ്, ഈസാ നബി തന്നെയാണ്. അയാൾ പലപ്പോഴും പറഞ്ഞു നോക്കിയിട്ടൊന്നും ആളുകൾ അംഗീകരിച്ചില്ല. അപ്പൊ ഇയാൾ എന്ത് തീരുമാനിച്ചു? മഹാനായ തങ്ങൾ അവർക്ക് ഒരു കത്തെഴുതി. മഹാനായ പാണക്കാട്ട് തങ്ങൾക്ക് ഒരു കത്തെഴുതിയിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ഞാൻ ഈസാ നബിയാണ്, ഞാൻ വാഗ്ദത്ത മസീഹാണ് ഞാൻ. അതുകൊണ്ട് തങ്ങളൊന്ന് പ്രഖ്യാപിക്കണം. തങ്ങൾ പ്രഖ്യാപിച്ചാലേ ഇത് ജനം അംഗീകരിക്കുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബിനോട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തിനാ? റസൂലുള്ള ഉദ്ഘാടനം ചെയ്താലേ സ്വഹാബികൾ ആ പള്ളിയിലേക്ക് വരൂ. അള്ളാഹുവിന്റെ ഹബീബിനോട് അവർ പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ഇപ്പൊ ഞാനൊരു യുദ്ധത്തിന്റെ വക്കീലാണ്, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. നിഷ്കളങ്കണല്ലോ ഹബീബ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ, ഉറക്ക മഹാനായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബീബായ നബിയേ, ലാ തഖും ഫീഹി അബദാ, ആ പള്ളിയിൽ അങ്ങ് ഒരിക്കലും കയറാൻ പാടില്ല നബിയേ, ആ പള്ളിയിൽ അങ്ങ് നിസ്കരിക്കാൻ പാടില്ല ഹബീബേ. ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതക്കറൂ, ആദ്യകാലത്തെ തഖ്വയിൽ അധിഷ്ഠിതമായ നിർമ്മിതമായ പള്ളിയുണ്ടല്ലോ ഹബീബായ നബിയേ, അതിലെ അങ്ങ് നിസ്കരിക്കാവൂവെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ എടുത്തു പറയാൻ, വല്ലദീന തഖദൂ മസ്ജിദൻ നിറാറാ, അല്ലാഹു ആ പള്ളിക്ക് പേരിട്ടത് മസ്ജിദുൽ തഖ്വ എന്നല്ല, മസ്ജിദുൽ ബയാൻ എന്നല്ല, മസ്ജിദുസ് സ്വഹാബ എന്നല്ല, വല്ലദീന തഖദൂ മസ്ജിദൻ നിറാറാ, മസ്ജിദുൽ നിറാർ, ലോകാവസാനം വരെ വരുന്ന പാറയായി നിർമ്മിക്കപ്പെടുന്ന പള്ളികൾക്ക് അല്ലാഹു നൽകിയ പേരാണ് മസ്ജിദുൽ നിറാർ. കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പള്ളി എന്ന്, മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കുക, ജൻബോഡിയിൽ കുഴപ്പമുണ്ടാക്കുക, നാശങ്ങൾ ഉണ്ടാക്കുക, ഐക്യത്തോടുകൂടെ നിന്നിരുന്ന മഹല്ലിനെ ഛിന്ന ഭിന്നമാക്കി കളയുക. വല്ലദീന തഖദൂ മസ്ജിദൻ നിറാറ കുഫ്റൻ വ തഫ്രീഖൻ ബൈനൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ പരസ്പരം മുഅ്മിനീങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്ന ആളുകൾ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുകയാണ്. അല്ലാഹു റബ്ബുൽ കേരളക്കാർ ഭയപ്പെട്ട് കഴിയണം, കേരളക്കാർ ഭയപ്പെട്ട് കഴിയണം. ഇത് കേവലം ഒരു സംഭവം പറഞ്ഞു പോയതല്ല. അല്ലാഹു അന്നാ തീജ്വാല കണ്ട പിറ്റേ ദിവസം എല്ലാവർക്കും ഉറങ്ങാൻ പേടിയിരുന്നു. 4 ദിവസം കഴിഞ്ഞ് വിഷയം മാറിയപ്പോൾ നമ്മളൊക്കെ മറന്നുപോയി, നമ്മളത് മറന്നുപോയി. രണ്ടാമത് കേരളം അത് പ്രതീക്ഷിക്കേണ്ട സമയമാകുന്നു എന്ന മുന്നറിയിപ്പ് നൽകപ്പെടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു മേൽഭാഗത്തു നിന്നുള്ള ശിക്ഷയിൽ നിന്ന് ഉമ്മത്തിനെ അല്ലാഹു കാക്കട്ടെ, രാജ്യത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.